നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1046th day. Today 54th sloka of Pradama Skandam 13th chapter. For details please see the other version. Om Namo Bhagavate Vasudevaya. Om Shri Krishna Paramatmane Namah. Hari Shri Ganapataye Namah. Aviknamastu Shri Gurubhyo Namah. Om Tat Sat. Krishnam Narayanam Vande. Krishnam Vande Vrajapriyam. Krishnam Dvaipayanam Vande. Krishnam Vande Pradasudam. Om Tat Sat. ശ്രീമദ് മഹാഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകം 1046 ദിവസം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 54ാമത്തെ ശ്ലോകം. ഓം തത്സത്. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബരമിവാംബരേ. ഓം തത്സത്. വീണ്ടും നാരദ മഹർഷി പറയുകയാണ്, വിജ്ഞാന രൂപമായിട്ടുള്ള ആത്മാവിൽ നിന്നും ആ വിജ്ഞാനത്തെ എടുത്ത് ആത്മസ്വരൂപമായിട്ടുള്ള ആ ബുദ്ധിയിലേക്ക് അതിനെ ലയിപ്പിച്ച് ആ ഭഗവാനിൽ തന്നെ എല്ലാം യോജിപ്പിക്കണം. ഉള്ളിൽ ഉള്ള ആ ദ്രഷ്ടാവിലേക്ക് ശ്രദ്ധ തിരിക്കണം. ആ ഞാൻ എന്ന് പറയുന്ന ആ അന്തരാത്മാവിലേക്ക് ശ്രദ്ധ തിരിക്കണം. പുറത്തു നിന്നുള്ള എല്ലാ ആത്മാനും ബുദ്ധിയുടേതായിട്ടുള്ള പുറം ലോകത്തിൻ്റെ ബുദ്ധിയിൽ നിന്നും ആ ബുദ്ധിയെ എടുത്ത് ക്ഷേത്രജ്ഞനായിട്ടുള്ള ആ ക്ഷേത്രജ്ഞനിലേക്ക് ലയിപ്പിക്കണം എന്ന് പറയുകയാണ് നാരദ മഹർഷി. അത് എപ്രകാരമാണെന്ന് പറയുകയാണ്. ഘടാംബരം ഇവാംബരെ. ഒരു കുടത്തിലുള്ള ആകാശം എപ്രകാരമാണോ ആകാശത്തിലേക്ക് കുടമുടഞ്ഞുടനെ ലയിക്കുന്നത്, അപ്രകാരം ആ ഘടാകാരത്തിലെ ഉള്ള ആകാശം മറ്റേ ആകാശത്തിലേക്ക് ലയിക്കുന്നത് പോലെ ശരീരത്തിലുള്ള ആ ആത്മസ്വരൂപിയെ സ്വരൂപത്തിലേക്ക് ലയിപ്പിക്കണം എന്ന് പറയുകയാണ്. ആത്മസ്വരൂപത്തെ പരമാത്മസ്വരൂപത്തിലേക്ക് അടുപ്പിക്കണം. ആത്മാവും പരമാത്മാവും ഒന്നിൻ്റെ തന്നെ വിഭിന്ന ആത്മാവിൻ്റെ അംശമാണ്, പരമാത്മാവിൻ്റെ അംശമാണ് ആത്മാവായി നമ്മിലിരിക്കുന്നത്. ആത്മാവിനെ അറിയണം എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബരമിവാംബരേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു.